ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എനിക്ക് സന്തോഷം എന്ന് വെച്ചാൽ നല്ല സന്തോഷമുള്ള വാർത്തയാണ്. നമ്മൾ പുതിയ ബസ് അങ്ങനെ ഇറക്കി, ചേസ് ഇറക്കി, ഇനി ബോഡി ഫിറ്റാക്കിയിട്ടുണ്ട്. ഇനി മുമ്പൊക്കെയുള്ള പണിയെന്ന് വെച്ചാൽ വണ്ടി ലൈറ്റിംഗ് വർക്ക് എല്ലാം ചെയ്ത് ഇറക്കണം. ഇപ്പം ഉള്ള ഹൈദരാബാദിലാണ് ഗൈസ്. വണ്ടി 2 ദിവസമായി വണ്ടി ഇറങ്ങിയിട്ട് ചെറിയ തട്ടൽ പറ്റി. അത് ഞാൻ പ്രകാശിനെ ഇറക്കുമ്പോൾ ആ കമ്പൊക്കെ നന്നാക്കും. പുതിയ വണ്ടിക്ക് തട്ടലൊക്കെ പറ്റി നമ്മൾ എന്തായാലും നന്നാക്കും. നമ്മളെ വണ്ടി ഫുൾ കളർ സെഡസ്ട്ര ബോഡിയാണ് ഇറങ്ങിയിരിക്കുന്നത്. നമ്മൾ ഇൻറ്റീരിയർ നമുക്ക് മെല്ലെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. അഷിംബ്രോയും ഉണ്ടായിന്. അഷിംബ്രോ ഇതുവരെ അഷിംബ്രോ തന്നെ ഓടിച്ചു. എന്നാൽ രാത്രി അഷിംബ്രോന് ക്ഷീണം വന്നിട്ട് നമ്മൾ ഇവിടെ നിർത്തിയാണ്. നമുക്ക് മെല്ലെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. ഇനി വണ്ടി മെല്ലെ ഇവിടെ നിന്ന് എടുക്കാം ഗൈസ്. ഞാൻ എടുത്തിട്ട് 2 പ്രാവശ്യമൊക്കെ ഓടിച്ചിട്ടുണ്ട് ഗൈസ്. നമ്മൾ അഷിംബ്രോൻ്റെ ലണ്ടൻ്റെ ഒരു ട്രിപ്പ് ഉണ്ട്, അത് കഴിയാൻ വേണ്ടി കാത്തിക്കേനി. എന്നാലും അഷിംബ്രോനെ ഇറങ്ങാൻ പറ്റുള്ളൂ. അഷിംബ്രോ ആ ട്രിപ്പ് ഏറ്റെടുത്ത് ഇവിടെ ചേസ് ഇവിടെ ബോഡി ഫിറ്റ് ആയി. പ്രശ്നം പറ്റി. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്, ഹൈദരാബാദിലാണ് ഇപ്പം നമ്മളുള്ളത്. നേരെ മുമ്പൊക്കെ നമ്മളെ വർക്ക്ഷോപ്പിലേക്ക് പോകണം. മുമ്പേ വണ്ടിക്ക് ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചു കൊടുത്തേക്കാം. ഇനി അങ്ങോട്ടേയും കൊണ്ടുപോവുകയാണെങ്കിൽ കൊണ്ടുപോയിക്കോട്ടെ. അതിന് വെറുതെ ഡീസൽ അടിച്ച് പൈസ കളയണ്ടല്ലോ. ഇനി അതിനെക്കാട്ട് വില കൂടുതൽ ചോദിച്ചാൽ പിന്നെ എന്തേക്കും ഇതിപ്പോൾ നമ്മൾ പെയിൻറ് വർക്കിനാണ്. ഇതാണ് നമ്മുടെ വർക്ക്ഷോപ്പ് വരുന്നത്, അങ്ങോട്ടേക്കാണ്. നമുക്ക് ഡീസൽ അടിക്കണം. പെട്രോൾ പമ്പ് അവിടെ ഉണ്ട്. നല്ല അങ്ങോട്ട് തിരിക്കുക. നമുക്ക് നോക്കൊന്നും വേണ്ട, നമ്മളങ്ങോട്ട് നേരെ എടുക്കും. നേരെ എടുത്തപ്പോൾ വണ്ടി ഇടിക്കേനി. പിന്നെ പ്രകാശ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, സെറ്റ് ഇതാണ്. അഷിംബ്രോൻ്റെ എല്ലാ വണ്ടിയും പിന്നെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങാറ്. നമുക്ക് ഇങ്ങോട്ട് മെല്ലെ ഇങ്ങനെ എടുക്കണം. എന്നാലേ മെല്ലെ ഈ സൈഡിലേക്ക് എടുക്കുക. ചേട്ട ഇയാളെന്താ കളിക്കുന്നത്? അഷിംബ്രോ നല്ല ഉറക്കാണ്. എന്നാൽ രാത്രി ഫുള്ള് അഷിംബ്രോ കിടന്ന് ഓടിച്ചേനി. എന്നാൽ 4:30 ആയപ്പോൾ വണ്ടി അവിടെ നിർത്തി. അഷിംബ്രോ നല്ല ക്ഷീണം ഉണ്ടേനി. നമുക്കൊരു ഫുൾ ടാങ്ക് വേണ്ട, എന്നാൽ ഫുൾ ആയിക്കോട്ടെ. 1965 ഉറുപ്പിക അടിച്ചിട്ടുണ്ട്. 131 ലിറ്റർ അടിച്ചോ. 131 ലിറ്റർ അടിച്ചേ. കുറച്ച് നേരെ ആയിരിക്കട്ടെ. നമ്മളെ സീറ്റൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഗൈസ്. അതൊരു വൈബാക്കിൻ്റെ 131 ലിറ്റർ ആണ് സാറേ. എന്നിട്ട് തെറ്റിച്ചിട്ട് പെട്രോൾ ക്യാഷ് കൂടുതൽ വാങ്ങിക്കാൻ നമ്മൾ തരൂല. അങ്ങനെ ഫുൾ ടാങ്ക് ഡീസലല്ല, ഫുള്ളാണ്. ഫുൾ ടാങ്ക് അടിച്ച് ഫുള്ളല്ലേ. നല്ല വണ്ടി തിരിക്കണം. ഒറ്റയടിക്ക് തിരിക്കാതെ വെച്ചാൽ തുടക്കത്തില്ല. ബാക്കിൽ വണ്ടിയില്ല. ഇങ്ങനെ എടുത്തോ. ബാക്ക് എടുത്തോ. ബാക്ക് പറഞ്ഞ അഷിംബ്രോ ഇല്ലാത്ത നമ്മളൊരു ഊഹിച്ച് വണ്ടി തിരിച്ചെടുക്കുകയാണ്. കുറേ സെഡസ്ട്ര വണ്ടി അയ്യോ ട്രക്ക് പറ എൻ്റെ അമ്മേ. വണ്ടി ആക്സിഡൻ്റ് ആകുമ്പോൾ എന്തെടുക്കലാണ് ശിവന്മാരെടുക്കുന്നത്. നമുക്ക് ഇവിടുന്ന് നേരെ ഈ വഴി പിടിക്കാം. എന്തൊക്കെ ഈ ഹൈദരാബാദിലുള്ള റൂൾസ് ഒന്നും അറിയില്ല ഗൈസ്, അതുകൊണ്ട് കുറച്ച് പണിയുണ്ട്. അയ്യോ ബാക്കോട്ടെ. ഈ വണ്ടിക്കാരെന്താ കളിക്കുന്നേ? വണ്ടി നെഞ്ച തന്നെ കൊണ്ടുവരുന്നു. കൊച്ചിയിൽ നിന്നാണ് നമ്മളെ വണ്ടിയിൽ ലൈറ്റ് വർക്കിംഗ് ഒക്കെ ചെയ്യുക. ഇതിപ്പോൾ വണ്ടീൻ്റെ കളർ വർക്ക്സാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഹൈദരാബാദ് വരെ എത്തിയത് തന്നെ ഭാഗ്യമാണ്. ഇത്രയും കിലോമീറ്റർ ഓടിച്ച് ബാംഗ്ലൂരിൽ നിന്ന് നേരെ നമ്മളാരും കാണിച്ചില്ല. വണ്ടി നേരെ അങ്ങോട്ട് എടുത്തോണ്ട് ഞാൻ നേരെ ഇപ്പോൾ കൊച്ചിയിലേക്ക് പോകും. ലണ്ടനിലുള്ള ട്രിപ്പ് ഉണ്ട്. അതിൻ്റെ വീഡിയോ എടുക്കാൻ മാക്സിമം ഇടാൻ നോക്കാം, പക്ഷെ ഇടാൻ പറ്റില്ല. അഷിംബ്രോനോട് നേരത്തെ ഇറങ്ങാൻ പറയും ഗൈസ്. നമുക്ക് വായിൽ ഓർമ്മ കൊടുക്കാം ഗൈസ്. അഷിംബ്രോ അങ്ങോട്ട് പോയിട്ടുണ്ട്. നമുക്ക് വല്ല വണ്ടി ഇങ്ങോട്ട് കയറ്റാം. അഷിംബ്രോ അവിടെയാണ് ഓരോ ഓഫീസ് വരുന്നത്. വണ്ടി ഇങ്ങനെ കയറ്റുന്നുണ്ട് പറയാം. വണ്ടി ഇങ്ങനെ വണ്ടി സൈഡ് കെട്ടുമോ? ഒന്ന് സൂം ചെയ്യണ്ട. വണ്ടീൻ്റെ അതൊക്കെ പൊന്തിക്കാൻ ഗൈസ്. നമ്മൾ പൊന്തിച്ചിട്ടുണ്ട്. അപ്പം ഗ്ലാസ് ആവും.
നല്ല പഴക്കമുണ്ട് ഗൈസ്. തട്ടരുത്. അവിടെ ലോറി എന്താ പണിക്ക് വന്നിട്ടുണ്ടല്ലോ. ഇനി ലോറി എടുക്കാൻ നിൽക്കുമ്പോൾ നമ്മളെ ബസ് കുടുങ്ങുമോ? ഗൈസ് 1 ലിറ്റർ പെട്രോൾ കുറഞ്ഞുണ്ട് ഗൈസ്. നമ്മളെ ബസ്സിൻ്റെ നെയിം എന്താ കാണണ്ടേ, ബ്യൂട്ടി എന്നാണ് ഗൈസ്. കാരണം നമ്മൾ ഇത് ഒട്ടിക്കുന്ന കാരണം എന്ന് വെച്ചാൽ ഈ കമ്പി ഉണ്ടോ അത് നമ്മൾ ഊരാൻ പോവുക. എന്നിട്ട് അവിടെയാണ് നമ്മൾ പേര് ഒട്ടിക്കുന്നത്. സാധാരണ ഉള്ളിലല്ല ഒട്ടിക്കാറ്, പുറത്താകുമ്പോൾ പുറത്ത് തന്നെ ഒട്ടിക്കുന്നത്. പുറത്ത് ഒട്ടിക്കുമ്പോൾ പ്രശ്നം എന്താണോ, ഇവിടെ നേരെ വെളിച്ചങ്ങനെ അടിച്ചിട്ട് ഇതിൽ തട്ടിയിട്ട് ചിലപ്പോൾ എന്തെങ്കിലും അഥവന്തി വീണ ഇതെല്ലാം പോവും. അപ്പോൾ ഇത് നമ്മൾ കളയും ഗൈസ്. എന്നിട്ട് അവിടെ ഒരു നെയിം ബോർഡിങ്ങിൻ്റെ ഒരു ഗ്രാഫിക്സ് അടിച്ചിട്ട് സെറ്റാക്കും. ഒരിക്കൽ പറഞ്ഞാൽ നമ്മളെ വണ്ടി വരുന്നത് ഒരു പുലിക്കുട്ടെന്ന് വെച്ചാൽ നല്ല നാടൻ പുലിക്കുട്ടൻ. അപ്പോൾ ഇത് ചെറിയ വീഡിയോ ഇനി. അപ്പോൾ എല്ലാവർക്കും ബൈ. പിന്നല്ലേ ഒരു കാര്യം പറയാൻ മറന്നുപോയി, നമ്മളെ ബസ് ഒരു പച്ച കളറിലാട്ടോ ഇറങ്ങുക. അത് നിങ്ങൾ ആലോചിച്ച് വെച്ചോണ്ടി. അപ്പം എല്ലാവർക്കും ബൈ.